ഇനി നമുക്കൊന്ന് കാസർഗോഡേക്ക് പോകാം. അവിടെ കൊടവലത്ത് പുലി കുളത്തിൽ വീണു. കൊടവലം ദേവി ക്ലബിന് സമീപത്തെ കുളത്തിലാണ് പുലി വീണത്. പുലിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടിറക്കിയിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നത്തോടെ വെളുപ്പിനോടെ എല്ലാ പരിപാടിയും തീർക്കും. ഡോക്ടറോട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അവിടുന്ന് പോന്നിട്ടുണ്ട് ആളത്ത്. നമ്മൾ തന്നെ അവർ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൂട് വെച്ചിട്ട് പിടിക്കാന്നാണ് നമ്മൾ കരുതുന്നത്. അടുത്ത് പുറത്ത് വെക്കും. എന്നിട്ട് ഡോക്ടർ ചെക്ക് ചെയ്യണം, അതിന്റെ ആരോഗ്യനിലയെ കുറിച്ച് ചെക്ക് ചെയ്യണം. പരിക്കുകളുണ്ടോ, രോഗങ്ങളുണ്ടോ ചെക്ക് ചെയ്യണം. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഈ പുലി വീണിട്ട് ഇപ്പോൾ എത്ര മണിക്കൂറായി? ഇത്ര മണിക്കൂറുകൾ വെള്ളത്തിൽ കിടക്കുകയാണ്. പുലിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വളരെ ആഴമുള്ള കിണറാണോ ഇത്? വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ പുലി ഈ കിണറ്റിൽ വീഴുന്നത്. ഇത് കിണറെന്ന് പറയാൻ സാധിക്കില്ല, ഒരു കുളമാണ്, ഒരു ചെറിയ കുളമാണ്. അത് കൊടവലം ദേവി ക്ലബിന് സമീപത്തെ മധുവിന്റെ പറമ്പിലാണ് ഈ കുളമുള്ളത്. അവിടെയാണ് പുലി വീണതായി ഇന്ന് വൈകിട്ടോടുകൂടി നാട്ടുകാര് ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഫോറസ്റ്റിനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് തന്നെ സ്ഥലത്തെത്തി. പക്ഷേ പുലിയെ അത്ര പെട്ടെന്ന് ഈ കിണറ്റിൽ ഈ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. നിറയെ വെള്ളമുള്ളൊരു സ്ഥലമാണ്, അതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മാത്രമല്ല പുലി എവിടെ വീണു എന്നത് അറിഞ്ഞ് നാട്ടുകാരും തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയൊരു ജനക്കൂട്ടം അവിടെയുണ്ട്. അവരെ നിയന്ത്രിക്കാനും പോലീസിനും അതുപോലെ തന്നെ വനം വകുപ്പിനും സാധിക്കുന്നുമില്ല. അതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി പുലിയെ കൂടിറക്കി പിടിക്കാൻ കഴിയുമെന്നാണ് DFO സൂചിപ്പിക്കുന്നത്. DFO ജോസ് മാത്യു ഇതുമായി ബന്ധപ്പെട്ട നമ്മളോട് നേരത്തെ പ്രതികരിച്ചിരുന്നു. 3.5 വയസ്സ് പുലിക്ക് പ്രായം വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പുലിയെ മയക്കുവെടി വെക്കാതെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പുള്ളത്. SKN. ഓക്കെ, താങ്ക് യു അരുൺ പാറക്കൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.